ഒഡീഷയിൽ ക്രൈസ്തവർക്ക് നേരെ നടന്ന ആക്രമണ സംഭവത്തിൽ പ്രതിഷേധമറിയിച്ച് കത്തോലിക്ക കോൺഗ്രസ് ക്രൈസ്തവ കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയും ഒരു സാധാരണക്കാരെയും ആക്രമണത്തിന് ഇരയാക്കിയ സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായ പ്രതിഷേധവും അറിയിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് പ്രധാനമന്ത്രിക്ക് പരാതി സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ ക്രൈസ്തവ വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കും നേരെ നടന്ന ആക്രമണങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് കത്തോലിക്ക കോൺഗ്രസ്. ഛത്തീസ്ഗഡിനു പുറമെ ഒഡീസയിലും നടന്ന ബജ്റംഗ് ദൾ ആക്രമണം സ്പോൺസേഡെന്ന് പറയാതെ വയ്യ എന്ന് കത്തോലിക്ക കോൺഗ്രസ് തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു. രാജ്യത്ത് ഹൈന്ദവ ക്രൈസ്തവ സംഘർഷമുണ്ടാക്കാൻ ബജ്റംഗ് ദൾ പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ശ്രമിക്കുകയാണ്. രാജ്യത്തെ ആദിവാസികൾക്കും പിന്നോക്കക്കാർക്കും വിദ്യാഭ്യാസവും നല്ല ജീവിത സാഹചര്യവും ലഭിക്കുന്നതിൽ എതിർപ്പുകളുള്ളവരാണ് മതപരിവർത്തനം ആരോപിച്ച് അക്രമം അഴിച്ചുവിടുന്നതെന്ന് ചിന്തിച്ചു പോകുന്ന സാഹചര്യമാണ് ഇപ്പോഴെന്ന് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നു. അധികാരത്തിന്റെ തണലിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ അട്ടിമറിക്കുന്ന സ്ഥിതിയാണ് രാജ്യത്ത്. ഒരു ഭരണഘടന ഉള്ള രാജ്യത്ത് ഇങ്ങനെയാണോ സംഭവിക്കേണ്ടതെന്നും മതസ്വാതന്ത്ര്യം മാത്രമല്ല മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നഷ്ടമാവുകയും ജീവിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ഛത്തീസ്ഗഡിലും ഒറീസയിലും ഇപ്പോഴുള്ളത്. പരസ്യ കൊലവിളികൾ നടത്തി ഭീഷണിയിലൂടെയും അക്രമത്തിലൂടെയും കള്ളക്കേസുകളിലൂടെയും ക്രൈസ്തവ സമൂഹത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ബജ്റംഗ് ദളിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിൽ നടന്നുവരുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു. പരസ്യമായി നടന്ന അക്രമത്തിൽ കേസ് പോലും ചാർജ് ചെയ്യാത്ത ഒഡീസ സർക്കാരിന്റെ ഭരിക്കുവാനുള്ള അവകാശം പോലും ഇല്ലാതായിരിക്കുന്നു. ഭരണഘടനയെ തടങ്കലിലാക്കുന്ന ഇത്തരം സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുകയാണ് വേണ്ടത്. ഒപ്പം അതിക്രമികളെ അറസ്റ്റ് ചെയ്യുകയും വേണം. ഇത്തരം ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ സ്വതന്ത്ര NIA അന്വേഷണം നടത്താൻ ധൈര്യമുണ്ടോ എന്നും പോസ്റ്റിലൂടെ ചോദിക്കുന്നു. ഭീഷണിപ്പെടുത്തി വിശ്വാസം ഉപേക്ഷിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഓരോ ഭീഷണിയിലും 1000 വിശ്വാസദീപങ്ങൾ തെളിയുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഷെക്കിന ന്യൂസ്.